അതായത് നമ്മുടെ സമൂഹത്തിൽ മാന്യതയും സംസ്കാരവും സഭ്യതയും സംവിധാനം വേണ്ടെന്നും പ്രചരിപ്പിക്കുന്ന ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ ഏതൊരു നാടിനും അപകടമാണ്. ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ യഥാർത്ഥത്തിൽ എല്ലാ നാടിനും അപകടമാണ്. മീഡിയ വന്ന് എന്തുകൊണ്ടാണ് രാഹുൽ കാണിക്കാത്തത് അറിയാമോ? അവർക്ക് ഷെഹനാസ് പറയുന്ന വാക്കുകൾ കേൾക്കണമെന്ന് വിചാരിച്ചാൽ ഒന്നെങ്കിൽ നിങ്ങളുടെ മൈക്ക് മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ വാക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഇത്രയും നിരന്തരമായി കാലമായി കേരളം കേൾക്കാൻ തുടങ്ങിയിട്ട് രാഹുൽ ഈശ്വറിന് കുറെ കാലമായി ആൾക്കാർ കേൾക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളെ വിമർശനത്തിന് വിധേയമാക്കിയാൽ ഈ പറയുന്ന ഫെമിനിസ്റ്റുകളുടെ പത്തി ഒടിയും, ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾ താഴെ വീഴും. നിങ്ങൾ അടക്കമുള്ള 10,000-കണക്കിന് ആൾക്കാരെയാണ് ഞങ്ങൾ ശബരിമലയെ തോപ്പിച്ചത്. നിങ്ങളൊക്കെ കൊണ്ടുപിടിച്ച് 50 ലക്ഷം രൂപ ടാക്സ് മണിയിൽ നിന്ന് എടുത്ത് മതിലുണ്ടാക്കിയല്ലോ. എന്തായി? നിങ്ങൾ അടക്കമുള്ള അപ്പുറത്ത് നിന്നിട്ട് എന്തായി? ഞങ്ങൾ വിജയിച്ചതിന്റെ കാരണം ഞങ്ങൾ പറയുന്നത് സത്യമാണ്, ഞങ്ങൾ പറയുന്നത് സംസ്കാരമാണ്, ഞങ്ങൾ പറയുന്നത് ധർമ്മമാണ്. ആ ധർമ്മത്തിൽ ഞങ്ങൾ ആരെയും ന്യായീകരിക്കില്ല. പറയുന്ന കാര്യങ്ങളുടെ ന്യായം നമ്മൾ ആ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും. അതിന് ഷഹനാസ് എന്നല്ല, ഏത് ഫെമിനിസ്റ്റ് അപ്പുറത്തും കാര്യമില്ല. എന്നെ ഒന്നല്ല 10 കേസോ 100 കേസോ എടുക്കുമെന്ന് പറഞ്ഞാലും ആ വിമർശനങ്ങളിൽ ഒരിഞ്ച് പുറകോട്ട് പോകുന്നില്ല. അവിടെ ഓർക്കേണ്ട കാര്യം ബോബി ചമ്മണ്ണൂർ അടക്കമുള്ള ആൾക്കാർ തെറ്റിയിട്ടുണ്ടെങ്കിൽ ആരും ന്യായീകരിക്കില്ല. പക്ഷേ ബോബി ചമ്മണ്ണൂരിനോട് വ്യക്തിവിരോധം തീർക്കാൻ ബോബി ചമ്മണ്ണൂരിനോട് വ്യക്തിവിരോധം തീർത്ത് ബോബി ചമ്മണ്ണൂരിനെ കരിവാരി തേക്കാൻ നോക്കുകയാണ്. എന്തുകൊണ്ട്? ബോബി ചമ്മണ്ണൂരിനെ കോമ്പറ്റീഷനുള്ള ആളാണ് ബോബി ചമ്മണ്ണൂർ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വ്യക്തിവിരോധമാണ്. എനിക്ക് വിരോധമുള്ളത് സ്ത്രീകൾക്കെതിരെ മോശമായി പറയുന്നതുകൊണ്ട്, ആളുകൾക്കെതിരെ മോശമായി പെരുമാറുന്നുണ്ട്. ഞങ്ങളുടെ മക്കളടക്കമുള്ള ആളുകൾ കാണുന്ന ചാനലുകളിൽ അശ്ലീലം പറയുന്നത് കൊണ്ടുള്ള വിദ്വേഷമാണ്. എല്ലാ പുരുഷന്മാരും മോശമാണ്. ശരി രാഹുൽ, ശരി രാഹുൽ പറഞ്ഞതും പ്രേക്ഷകർ കേട്ടു, ഷഹനാസ് പറയുന്നതും കേൾക്കുന്നുണ്ട്. ശരി വേഗം രാഹുൽ, വേഗം ഷഹനാസെ മനസ്സിലായല്ലോ. ഷഹനാസെക്കാട്ട് കൂടുതൽ സമയം എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് ഇത് ഓർത്തു വെച്ചാൽ മതി. അതെന്താണ് അതാണോ? സംഭവമാണോ അല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഭയങ്കര സംഭവമാണ്. നിങ്ങൾ ഈ ഭയങ്കരമായി പ്രസംഗിക്കുന്ന ആളാണ്. അതൊക്കെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ എന്ത് പറയുന്നു എന്നും ഷഹനാസ് എന്ത് പറയുന്നു എന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പല്ല, കാലങ്ങളായിട്ട് അറിയാം. ജനങ്ങൾക്കറിയാം. നിങ്ങൾ ആർക്കും ഒരു മാതൃകയല്ല. നിങ്ങൾ പോയ ഇടങ്ങളിലൊക്കെ നിങ്ങൾ എന്താ കാണിച്ചിട്ടുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങളൊരു ചാനൽ പരിപാടിക്ക് പോയി അവിടെ എന്താ നിങ്ങൾ കാണിച്ചിട്ടുള്ളത് നമുക്കറിയാം. നിങ്ങൾ ഓരോ വിഷയം വരുമ്പോഴും ഞാനൊരു സ്ത്രീയാണ്, അതുകൊണ്ട് എനിക്കെതിരെ കൈയടിക്കാൻ ആളുകൾ ഉണ്ടായില്ല എന്ന് വരും. എന്നെ മോശം പറയാൻ ചിലപ്പോൾ എന്നെ മോശം പറയുന്നുണ്ടായിരിക്കും. അത് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ, അതുകൊണ്ട് തന്നെയാണ് രാഹുൽ നേരത്തെ